ഹലോ കൂട്ടുകാരെ, മാമ്പഴം വീണിട്ടുണ്ടോ നോക്കാനായിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. മാമ്പഴം നല്ല മാമ്പഴമാണ്, നല്ല ടേസ്റ്റ് മാമ്പഴമാണ് നമ്മളെ മാവിലുണ്ടാകുന്നത്. പക്ഷേ എന്താ പറയുക, എല്ലാം കുത്തിയാണ് വീഴുന്നത്. നമ്മൾ അധികം പൊട്ടിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ഭൂമിയുടെ അവകാശികൾക്ക് അങ്ങ് കൊടുക്കും. മനസ്സിലായില്ലേ? കിളികൾക്കും കാക്കകൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ പൊട്ടിക്കാറുള്ളൂ. അപ്പോൾ താഴെ വീണിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടിയതുണ്ടെങ്കിൽ മാത്രം എടുക്കും. എല്ലാം അങ്ങ് കൊത്തി വീണ് പോയിരിക്കുക. വല്ലപ്പോഴൊക്കെ കിട്ടാറുണ്ട് നല്ലത്, ഫ്രഷായിട്ട് കൊത്താത്ത മാമ്പഴം കിട്ടാറുണ്ട് കേട്ടോ. അത് ഒരെണ്ണം കിട്ടിയപ്പോൾ കണ്ടോ, നല്ല മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വീണെടുക്കുന്നുണ്ടോ നോക്കാനായിട്ടൊന്നും വന്നതാ. കണ്ട കുറേ കൊത്തി വീണെടുക്കുന്നുണ്ടല്ലേ, നല്ല ഫ്രഷ് മാമ്പഴം കണ്ടോ. കൊത്തി വീണെടുക്കുക. കാക്കയും കിളികൾക്കും അവർക്കും ഭക്ഷണം വേണ്ടേ, നമ്മളെല്ലാം പൊട്ടിച്ചെടുത്താൽ അവരിവിടെ പോയി കഴിക്കും. അവർ ഭൂമിയുടെ അവകാശികളല്ലേ, അല്ലേ കൂട്ടുകാരെ? പിന്നെ കുറേ മാവുകളൊക്കെ കുറേ ഉണ്ട്, നമുക്ക് പോയി നോക്കാം. ഇനി ഉണ്ടോ, ഇവിടെ വീണെടുക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, മാമ്പഴം വീട്ടിലില്ലാത്തവരുണ്ടോ? നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും? നല്ല ഇഷ്ടമായിരിക്കും അല്ലേ അവർക്ക് മാമ്പഴം പറക്കാനൊക്കെ ആയിട്ട്. നമ്മളെ വീട്ടിലുണ്ടാവുന്ന മാമ്പഴം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. കുറേ മാവുണ്ട് കേട്ടോ, പക്ഷേ അധികമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നും ഉണ്ടായിട്ടുള്ളൂ. നോക്കാം ഉണ്ടോയെന്ന്. ഇല്ല, ഇവിടെയൊക്കെ കുറവാണ്, വീണിട്ടില്ല. ഇങ്ങനെ തൊടിയിലിറങ്ങി വന്നിട്ടേ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ? അതുപോലെ നമ്മളെ എന്താ പറയുക, തൊടിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓരോന്നൊക്കെ പൊട്ടിക്കുക. ഇവിടെ നിറയെ ഈ ചേമ്പ് സാധനമാണ് കേട്ടോ. ജീസസ് ഹേർട്ട് എന്നാണ് ഈ ചേമ്പിൻ്റെ പേര്. ഭയങ്കര വിഷമായിട്ടുള്ള ചേമ്പാണ്. കുടപ്പുളി മരം കണ്ടോ, പക്ഷേ ഒരു കുടപ്പുളി പോലും ഉണ്ടാവാറില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. മാവ് കുറേ ഉണ്ട്, ഒത്തിരി മാവുണ്ട്, പക്ഷേ മാമ്പഴം ഉണ്ടായിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് 2 മാമ്പഴം ഫ്രഷായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കേടാ, കാണിച്ചു തരട്ടെ. അതാ ഞാനത് പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് കിട്ടിയതാണ് കേട്ടോ. നല്ല മൂവാണ്ട മാവില്ലേ, മൂവാണ്ട മാവിൻ്റെ മാമ്പഴം, അത് നല്ല ടേസ്റ്റല്ലേ. ശരിക്കും മാമ്പഴത്തിൽ വെച്ച് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് മൂവാണ്ട മാമ്പഴമാണ് കേട്ടോ. കണ്ടോ, ഫ്രഷ് മാമ്പഴം അടിപൊളി, കണ്ടില്ലേ? സൂപ്പർ മക്കളെ. എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ, ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്, മുറിച്ച് നോക്കിയാലറിയാം. കണ്ടോ, നല്ല മാങ്ങയാണ് മൂവാണ്ട മാവ് കേട്ടോ. ശരിക്കും നമ്മളെ വീട്ടിലുള്ളത് മൂവാണ്ട മാവുണ്ട്, പിന്നെ അൽഫോൺസ മാങ്ങ ഉണ്ടായിട്ടില്ല. അൽഫോൺസ മാങ്ങ ഉണ്ട്, അതുണ്ടായിട്ടില്ല. അത് നല്ല ടേസ്റ്റാണ്. അത് പച്ചയ്ക്കാകുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും, പക്ഷെ പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര മധുരം. പിന്നെ ചക്ക ഉണ്ട്, തേങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. തൊടിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചക്ക ഒരുപാടുണ്ട് കേട്ടോ, നല്ല ചക്ക, നല്ല ടേസ്റ്റ് ചക്ക. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ, ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടോ ചക്കപ്പഴം നിൽക്കുന്നത്, കണ്ടോ കൂട്ടുകാരെ? കണ്ടില്ലേ? കുറേ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരുടെയും സുഖമാണോ? നിങ്ങളുടെ വീട്ടിൽ ചക്ക മാങ്ങ കണ്ടോ? ശരിക്കും നല്ല കാട് പിടിച്ച് കിടക്കണം കേട്ടോ. എന്നാലും അങ്ങോട്ടൊന്നും പോകണ്ട, പാമ്പുണ്ടാവും. പാമ്പ് കടിച്ച് മരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഞാൻ പോയിട്ട് ഈ മാമ്പഴം മുറിച്ച് കഴിക്കട്ടെ കേട്ടോ.